ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള സുഗിയനാണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ഈസിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചായക്കടയിൽ നിന്നൊന്നും ഇനി കഴിക്കാൻ നിൽക്കണ്ട, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ചെറുപയർ വേവിച്ചെടുക്കണം. പിന്നെ ആ വേവിച്ച ചെറുപയറിൽ വെള്ളം ഇട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. ഞാൻ 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂട്ടാം. ചെറുപയർ വേവിക്കുമ്പോൾ ചെറുപയറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 അരമുറി തേങ്ങ ചിരകിയതാണ്. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഈ തേങ്ങ ഇതൊക്കെ കൂടിയിട്ട് ചെറുപയറിൽ ഒന്ന് യോജിച്ച് വരട്ടെ. അതുവരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വന്നാൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാട്ടോ. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് മുക്കി പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1/4 കപ്പ് അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കാം. നമുക്ക് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതിട്ടാ. അധികം ലൂസാവാണ്ട് കുറച്ച് കട്ടിയോട് കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പത്തിന് നമുക്ക് ഈ ചെറുപയർ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അത് ബോൾസാക്കി മാറ്റാം. സുഗിയന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ബോൾസാക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെറിയ ബോൾസാണ് ആക്കുന്നത്. എന്നിട്ട് ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒന്ന് മൊരിഞ്ഞ് വന്നാലാണ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ പാൻ വെച്ചെങ്കിൽ നമുക്ക് അതിൽ നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒന്ന് മൊരിഞ്ഞ് വന്നാലാണ് ഇത് അടിയിൽ നിന്ന് വിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പം ഇനി ഇതേപോലെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. പിന്നെ ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ സുഗിയനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഗിയൻ ഉണ്ടാക്കാനുള്ള പണി. അപ്പോൾ ഇനി ആരും ചായക്കടയിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട, ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.